പറയുന്നത്? നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീ പോ, ചെന്ന് രോഗികളെ സൗഖ്യമാക്കുക. കനൽ പോലെ എറിയുന്ന വിപ്ലവമായി ഇറങ്ങി തിരിച്ചവൻ കുഞ്ഞാടിന്റെ കുപ്പായം വിട്ടു വന്നിരിക്കുന്നു. നാണമില്ലാത്തവൻ. പോകാൻ. ബർബാസ്, നീ ഒന്ന് മനസ്സിലാക്കണം. നിന്നെ പോലെ ഞാനും വിമോചനം ആഗ്രഹിക്കുന്നു. നമ്മെ കൊണ്ട് സാധിക്കാത്തത് യേശുവിന് സാധിച്ച ഞാൻ അവനോട് കൂടെ പൊക്കോ, നീ എവിടെ വേണമെങ്കിലും പോകാൻ. പിന്നെ ബർബാസ് നേതാവേ, ഗുരുവും മഹാപുരോഹിതന്മാരും ഇങ്ങോട്ട് എഴുന്നള്ളൂ. ആചാര്യനായ ഗുരുവിനും പുരോഹിത ശ്രേഷ്ഠന്മാർക്കും വന്ദനം. അങ്ങയോടൊപ്പം മഹാപുരോഹിതന്മാരെ കണ്ടപ്പോൾ അത്ഭുതം തോന്നുന്നു. ബർബാസ്, ഒരേ ലക്ഷ്യമുള്ളവർ ഒന്നിച്ചല്ലേ സഞ്ചരിക്കേണ്ടത്? അതേ ബർബാസ്, യേശുവാണ് നമ്മുടെ പൊതുശത്രു. അവനെ നശിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അല്ല, എന്തു പറ്റി യൂദാസ്? നിന്റെ മുഖമാകെ അസ്വസ്ഥമായിരിക്കുന്നല്ലോ. ഈ വിപ്ലവകാരി ആ കള്ളപ്രവാചകൻ ചില ചലനങ്ങൾ വരുത്തിയിരിക്കുന്നു. അതിന്റെ മാറ്റമായി കാണുന്നത്. യൂദാസ്, നിന്നിൽ ചലനങ്ങൾ വരുത്തിയവന്റെ ചലനം നമുക്ക് അവസാനിപ്പിക്കണം. അതിന് സമയമായിരിക്കുന്നു. അത് നിന്നെ കൊണ്ട് കഴിയും യൂദാസ്. ഇല്ല, എനിക്കതിന് കഴിയില്ല. യൂദ, നീ അധികമൊന്നും ചെയ്യണ്ട. ഞങ്ങളുടെ പടയാളികൾക്ക് ഇപ്പോൾ യേശു എവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക മാത്രം ചെയ്യുക. ബാക്കി കാര്യം ഞങ്ങൾക്ക് വിട്ടുതരിക. എന്താ യൂദാസ്, നിനക്ക് അതിനും ബുദ്ധിമുട്ടുണ്ടോ? യൂദാസ് അത് ചെയ്യും, എനിക്ക് ഉറപ്പാ. അല്ലേ യൂദാസ്? യൂദ, നീ ചെയ്യുന്നതിന് നിനക്ക് പ്രതിഫലമുണ്ട്. ഇതാ 10 വെള്ളിക്കാശ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കതിന് കഴിയില്ല. 5 കൂടെ 15 വെള്ളിക്കാശ്. ഇല്ല, എന്നെ നിർബന്ധിക്കണ്ട. യൂദാ, 5 കൂടെ 20 വെള്ളിക്കാശ്. ഇല്ല, യൂദാ, 5 കൂടി അല്ല 10 കൂടെ 30 വെള്ളിക്കാശ്. നീ എടുത്തു. കൊള്ളാം യൂദാസ്, ഇന്ന് നമുക്ക് ആഹ്ലാദത്തിന്റെ ദിനമാണ്. ഏതായാലും പുരോഹിതന്മാരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ യൂദാസിന്റെ ബലഹീനതയെ മുതലെടുത്തു. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: ബറാബാസ് സന്തോഷ് ചങ്ങനാശ്ശേരി, യൂദാസ് ജിജു കുമ്പളംകൊയ്ക, ഗുരു ഷിജു ജോൺ കൊട്ടാരക്കര, ഒനേസിമോസ് പ്രജി കൊല്ലം, മനാസ് ദിറ്റി പന്തളം, പ്രാവ് മാമൻ സാം ഭട്ടിയാർ, യാസർ ജോബി റാന്നി. മഹാപുരോഹിതന്മാർ: ബിജു പന്തളം, ബിനു മാവേലിക്കര. പശ്ചാത്തല സംഗീതം: ബിബി ചോറ്റാനിക്കര. ആലാപനം: ബിജു മാവേലിക്കര. സാങ്കേതിക സഹായം: ജേക്കബ് റജി സാം. രചന സംവിധാനം: ഷിജു കൊട്ടാരക്കര.
ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. എടോ, താൻ അറിഞ്ഞോ ആ നസ്രത്താന്റെ യേശുവിനെ റോമാക്കാർ പിടികൂടി? നേരാണോ? സന്തോഷമായി കൂട്ടുകാരാ, സന്തോഷമായി. എന്റെ ജീവിതം വഴിയാധാരമാക്കിയവനാവൻ. പിന്നെ നഗരത്തെ വിപ്ലവം നടത്തുന്ന ബറാബാസിനെ പിടിച്ചോന്ന് കേട്ടു. നേരാണോ? അതെ, അവനെ പിടികൂടി. അപ്പോ രണ്ടുപേരും അകത്തായി. എന്തെങ്കിലും ഒക്കെ നടക്കും. എന്തായാലും പീലാത്തോസിന്റെ അരമന വരെ പോവാം. എന്താണ് സംഭവിക്കുന്നത് അറിയാമല്ലോ. പ്രാവുകളെ നിങ്ങൾക്ക് വിടാം. ഇനി വിപ്ലവകാരിയുടെ വിധി അറിഞ്ഞിട്ടാകാം ബാക്കി കാര്യം. ഗുരു, ബറാബാസിനെ രക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ തകരും. നീ വിഷമിക്കേണ്ട ഒനീസിമോസ്, ഞാൻ അതിന് വഴി കണ്ടെത്തിയിരുന്നു. ആശ്വാസം. ഞാൻ വിടുവാ. എന്താണ് ഇത്ര അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? അല്ലയോ പുരോഹിതന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിച്ചു. യൂദാസ് വളരെ ഭംഗിയായി തന്നെ കാര്യം നിർവഹിച്ചു. യേശു തടവിലായി. പക്ഷേ എനിക്ക് എന്റെ ബറാബാസിനെ നഷ്ടപ്പെട്ടു. മനസ്സിലായി, ബറാബാസിനെ വിട്ടുകിട്ടണം അല്ലേ? അതെ, അതിന് വഴിയുണ്ട്. യേശുവിനെതിരെ ജനങ്ങളെ കൊണ്ട് അവനെ ക്രൂശിക്കണമെന്ന് നിങ്ങൾ പറയിക്കണം. അതെ, യേശുവിനെ ക്രൂശിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അതുകൊണ്ട് ബറാബാസ് എങ്ങനെ രക്ഷപ്പെടും? അതിന് മറ്റൊരു വഴിയുണ്ട്. എല്ലാ പെസഹ നാളിലും റോമാ സാമ്രാജ്യം ഒരു തടവുപുള്ളിയെ പുറത്തുവിടുക പതിവുണ്ട്. ഇപ്രാവശ്യം ആരെ വേണമെന്നുള്ള ചോദ്യത്തിന് ഈ ജനം ഉത്തരം പറയേണ്ടത് ബറാബാസ് എന്നായിരിക്കണം. ആ കാര്യം ഞങ്ങൾ ഏറ്റു. വലിയ ചതിയാണ് ഞാൻ ചെയ്തത്. പണമാണ് എന്നെ കൊണ്ട് അത് ചെയ്യിച്ചത്. സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത കാട്ടാളനായി പോയല്ലോ ഞാൻ. പാവിയാണ് ഞാൻ, പാവി. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുത്ത മഹാഭാവി. മാപ്പില്ല, എനിക്ക് മാപ്പില്ല. ഈ ലോകം എനിക്ക് മാപ്പ് തരില്ല. എന്ത് പറ്റി യുദാസ്? മനസ്, നാം യേശുവിനെ തെറ്റിദ്ധരിച്ചു. അവൻ മശിയാണ്. ആ മശിയെ ഒറ്റിയ പാവിയാണ് ഞാൻ. നീ പറ, ഞാൻ ചെയ്തത് ശരിയാണ്? അതെനിക്കറിയില്ല. പക്ഷേ നിനക്കത് വലിയ കുറ്റബോധമുണ്ടല്ലോ. അതേ മനസ്, യേശുവിനെ സ്നേഹിച്ച ജനങ്ങൾ അവരെന്നെ പേടിയോട് നോക്കുന്നു. ക്രൂശുമായി യേശു കാൽവറിയിലേക്ക് പോയപ്പോൾ അവരൊഴിക്കുക ഓരോ തുള്ളി കണ്ണുനീരും 1000 അഗ്നിയായി എന്റെ നെഞ്ചിൽ ആടിപ്പടരുകയാണ്. അവരുടെ നിലവിളി ഇപ്പോഴും എന്റെ നാവിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഇല്ല, ഈ ലോകം എനിക്ക് മാപ്പ് തരില്ല.